വളരെ മികച്ച രീതിയിൽ കൈയടക്കത്തോടുകൂടി അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. നല്ലൊരു ചിത്രം തന്നെയാണ് പാട്രിയറ്റ്. പ്രതീക്ഷക്കൊത്ത് തന്നെ ഉയർന്നുന്ന ഒരു പടം തന്നെ പാട്രിയോട്ട്. മമ്മൂട്ടി മോഹൻലാല് തകർത്ത് പൊളിച്ചിരിക്കുകയാണ്. പക്ഷെ ഒരു പ്രശ്നം വരുമ്പോ ചോദിക്കാതെ സഹായിക്കുന്നതല്ലേ സാർ ഒരു ഫൗജിയുടെ രീതി. ഈ 2020 കാണുന്ന ഒരു രീതിയിൽ വന്ന് കണ്ടിട്ട് കാര്യമില്ല. ഇതല്ലാതെ നോക്കുവാണെങ്കിൽ പടം നല്ല രീതിയിൽ തന്നെയാണ്. സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്ക് നമ്മുടെ ലാൽ സാറിന് വളരെ ചെറിയ റോൾ കൊടുത്തിട്ടുണ്ട്. ഇത്രയും മമ്മൂട്ടി ഫിലിമാണ്. ലാലേട്ടന് സൈഡാക്കിയപ്പോൾ തോന്നി. ലാൽ ഫാൻസ് ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. പുള്ളിക്ക് നല്ല റോൾ കൊടുത്തെങ്കിൽ സിനിമ സൂപ്പർ ഹിറ്റ് ആയിരുന്നു. ഈ സിനിമ ഉടനീളം കൊണ്ടുപോകുന്നത് മമ്മൂക്കയാണ്. മമ്മൂക്കയുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. സിനിമ കാണാമെന്ന് പറഞ്ഞ് ഒരുപാട് നാളുണ്ട് കാത്തിരുന്ന് 2020 ശേഷം അങ്ങനെ വന്ന് കണ്ട പടമാണ്. സൂപ്പർ പടം. ഇതൊരു മഹേഷ് നാരായണൻ ചിത്രം തന്നെയാണ് എടുത്തു പറയേണ്ടത്. കാരണം ഇത്രയും ആർട്ടിസ്റ്റുകളാണ്, പ്രത്യേകിച്ച് മമ്മൂക്ക ലാലേട്ടൻ, മലയാളി പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കോംബോ. അവരെ ഒന്നിപ്പിച്ചു കൊണ്ടുപോവുക. നയൻതാര, അതേപോലെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, രേവതി ചേച്ചി, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. ഫഹദിൻ്റെ അച്ഛൻ വേഷം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേരറിയില്ല. അദ്ദേഹത്തെയൊക്കെ ഓരോ കഥാപാത്രങ്ങൾക്കും അനുയോജ്യമായിട്ടുള്ള ആളുകളെയാണ് അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ ഒരു എഡിറ്റർ കൂടിയായ അദ്ദേഹം 3 മണിക്കൂറുള്ള ഈ ഒരു ചിത്രം പ്രേക്ഷകരെ ഒട്ടും ബോറടിപ്പിക്കാതെ കൊണ്ടുപോവുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കൈയടക്കം തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്രയും ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുന്ന ഒരു രീതി, എവിടെയും പാളിപ്പോകാവുന്ന ഒരു സംഭവം ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ്. നല്ലൊരു സാമൂഹ്യ പ്രശസ്തിയുള്ള വിഷയം, ടേക്ക് ഓഫ് പോലുള്ള ചിത്രങ്ങളെടുത്ത ഒരു സംവിധായകനാണ് അദ്ദേഹം. അപ്പോൾ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമല്ലാതെ വേറെ ആര് ചെയ്യും? ഓരോ ഫ്രെയിമുകളും അതേപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും വളരെ മികച്ച രീതിയിൽ കൈയടക്കത്തോടുകൂടി അദ്ദേഹം കൊണ്ടുപോയിട്ടുണ്ട്. നല്ലൊരു ചിത്രം തന്നെയാണ് പാട്രിയറ്റ്. ചേട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു പടം? അടിപൊളി. നല്ല തുടക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. മമ്മൂട്ടിയുടെ എൻട്രി എപ്പോഴാണ്? ഫസ്റ്റ് തന്നെയാണ്. മോഹൻലാൽ എപ്പോഴാണ് വന്നത്? മോഹൻലാൽ ഹാഫ് ടൈമിന് ശേഷം. വന്നപ്പോൾ ഒരു ആവേശം ഉണ്ടായിരുന്നു. എല്ലാ ആവേശവും ആൾക്കാരെ പിടിച്ചിരുന്നു. ഫുൾ ടൈം ആവേശത്തിലാണ്. നല്ലൊരു വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും വന്നപ്പോൾ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു. അതെ, ഈ പ്രതീക്ഷയിലും പ്രതീക്ഷക്കൊത്ത് തന്നെ ഉയർന്നുന്ന ഒരു പടം തന്നെ. എങ്ങനെ ഉണ്ടായിരുന്നു പടം? അടിപൊളി പടം. പാട്രിയോട്ട്. മമ്മൂട്ടി മോഹൻലാല് തകർത്ത് പൊളിച്ചിരിക്കുകയാണ്. ഫഹദ് ഫാസിൽ, ഇന്ദ്രൻസ്, പിന്നെ വേറെ ആരായിരുന്നു? കുഞ്ചാക്കോ എല്ലാവരും അടിപൊളിയായിട്ട് തകർത്തിരിക്കുകയാണ്. ത്രില്ലിങ്, സ്റ്റണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം അടിപൊളി. സസ്പെൻസ് അടിപൊളി പടം. അതെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമുണ്ടല്ലോ, അറിയാനല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോം, അതിനകത്ത് ഏറ്റവും വലിയ ഒരു ഘടകമാണ് ഇപ്പോൾ ഈ സിനിമയിൽ പാട്രിയോട്ടിക് കാണിച്ചേക്കുന്നത്. അതിപ്പോൾ നമ്മൾ കഥയുടെ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോൾ എക്സ്പെഷ്യലി നമ്മളിപ്പോൾ ചെറുപ്പക്കാർക്ക് സംബന്ധിച്ച് നല്ലൊരു പടമാണ്. കാരണം ഇപ്പോഴത്തെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചേക്കുന്നത്. എന്തായാലും നല്ലൊരു പടമാണ്, എല്ലാവരും കാണണം. എങ്ങനെയുണ്ട് പടം? നല്ല പടമാണ്. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ഒരു എൻട്രി എങ്ങനെയായിരുന്നു? സെക്കൻഡ് ഹാഫ് ലാലിൻ്റെ വരവോടെ പടാശിരെ അത്യാവശ്യം പീക്ക് ലെവലോട്ട് കയറി വരും. ആദ്യം ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു എഴച്ചിലുണ്ടായിരുന്നു? ഇല്ല, പടം മൊത്തത്തിൽ അഴിച്ചില്ല. മഹേഷ് നാരായണൻ്റെ പടം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ അങ്ങനെ ഒരു മാസ് ഭയങ്കര പരിപാടിയല്ലല്ലോ. ഇവരെല്ലാം ക്യാരക്ടറൈസ് ആയിട്ടുള്ളൊരു പടങ്ങളായിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ 2020 കാണുന്ന ഒരു രീതിയിൽ വന്ന് കണ്ടിട്ട് കാര്യമില്ല. ഇതല്ലാതെ നോക്കുവാണെങ്കിൽ പടം നല്ല രീതിയിൽ തന്നെയാണ്. എല്ലാത്തിനെയും അതിൻ്റെതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഞാനും ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഈ ക്യാരക്ടർ. എന്തായാലും ഞാൻ ഹാപ്പിയാണ് ഈ പടത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞതിലൊരു ഹാപ്പിയാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് നല്ല പടമാണെന്ന് ഓവർ എക്സ്പ്രഷൻ ഇട്ടുകൊണ്ട് കാര്യമില്ല. ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. അവർ കണ്ടിട്ട് ഇതിനെ അങ്ങനെ കാണണമെന്നാണ്. ആ പടം ഒരിക്കലും ഒരു ഭയങ്കരമായ മാസ് പടം കാണാൻ, അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ ഫൈറ്റ് പടം കാണാൻ അങ്ങനെയുള്ള രീതിയല്ല. ഒരു ക്യാരക്ടർ പടം കാണാൻ ഉള്ള രീതിയിൽ, ഒരു മഹേഷ് നാരായണൻ്റെ പടം കാണാൻ രീതിയിൽ ആൾക്കാർ വന്നാലേ ഈ പടം സൂഹിക്കത്തുള്ളൂ. അല്ല ഓവർ എക്സ്പെക്ടേഷൻ വെച്ച് പഴയ 2020യും ആ ലെവലിലൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എത്രമാത്രം സൂഹിക്കുമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ അല്ലാതെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു മഹേഷ് നാരായണൻ പടം തന്നെ. ഇതിനകത്ത് പറയുന്ന തീം എന്ന് പറയുന്നത് ചില ഒറിജിനൽ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. ആ കാര്യങ്ങളുടെ ഇമ്പാക്റ്റ് വെച്ചാണ് ഈ പടം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് നമ്മൾ ആലോചിക്കുന്നത് ഇങ്ങനെയെല്ലാം അപകടങ്ങൾ ഓരോ വീട്ടിലും സംഭവിക്കാം എന്നുള്ളതാണ്. നമ്മളൊരു തേർഡ് ആപ്പിനെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളായിരുന്നു. പക്ഷെ അതിനും മുകളിൽ
ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഈ പടം കൊണ്ട് മനസ്സിലാക്കി എടുക്കാൻ കഴിയുന്നുണ്ട്. അതെ 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 എസ്പെഷ്യലി കോംബോ സീൻസ് ഒക്കെ കാണുമ്പോൾ ഞാൻ അധികം പറയുന്നില്ല, സിനിമയെ കുറിച്ച് അധികം പറയുന്നില്ല, പക്ഷെ എല്ലാ ക്യാരക്ടേഴ്സും ഇതിൻ്റെ കഥയാണ് മെയിൻ. മമ്മൂക്ക ഓഫ്കോഴ്സ് എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ ഒരു കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ലാലേട്ടനും ഫാദർക്ക് എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ലാലേട്ടൻ വരുമ്പോഴാണോ ഒരു കഥയുടെ ഒരു വേഗതയിലേക്ക്? ലാലേട്ടൻ ഒരു വെരി 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 ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറാണ് ഇതിൽ. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ വിതൗട്ട് ലാലേട്ടൻ ഈ സിനിമ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങോട്ട് പടം കണ്ടോ? പടയും കണ്ടു. ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് പോയി. പക്ഷേ സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴേക്ക് നമ്മുടെ ലാൽ സാറിന് വളരെ ചെറിയ റോൾ കൊടുത്തിട്ടുണ്ട്. പുള്ളിക്ക് ഇത്രയും മമ്മൂട്ടി ഫിലിമാണ്. ലാലേട്ടന് സൈഡാക്കിയപ്പോൾ തോന്നി. പിന്നെ മറ്റേ ഫാസ്റ്റ് സ്ഥിരം റോള്, സ്റ്റീരിയോ ടൈപ്പ് റോളാണ്, സ്ഥിരം പ്രതീക്ഷിക്കുന്ന റോള്. നയൻതാരയ്ക്കൊന്നും വലിയ റോളില്ല. നല്ല സോഷ്യൽ ഡെവലപ്മെൻറ്റ്, നല്ല സീരിയസ് ആയിട്ടുള്ള നല്ല ടോപ്പിക്കാണ്. പക്ഷേ ഇത് എല്ലാവർക്കും മാസപ്പിൽ ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവണമില്ല. ക്ലാസ് പടമാണ്. പിന്നെ മൊത്തം സെക്കൻഡ് ഹാഫ് വരുമ്പോഴേക്ക് ലാഗ് വരുന്നുണ്ട്, ലോജിക്കില്ലായ്മ വരുന്നുണ്ട്. ഇപ്പോൾ ടേക്ക് ഓഫ് ആയിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഹാഫിൽ ലാൽ സാറിന് നല്ല റോൾ കൊടുത്തെങ്കിൽ സിനിമ വേറെ ലെവലിൽ പോയാൽ. ഫസ്റ്റ് ഹാഫിൽ മമ്മൂക്ക തന്നെ തകർത്തുണ്ട്. ഇത് ത്രൂ ഔട്ട് മമ്മൂട്ടി ഫിലിമാണ്. ലാലേട്ടൻ ചെയ്യാൻ ഒന്നുമില്ല. ലാൽ ഫാൻസ് ഒരിക്കലും ഹാപ്പി ആയിരിക്കില്ല. പുള്ളിക്ക് നല്ല റോൾ കൊടുത്തെങ്കിൽ സിനിമ സൂപ്പർ ഹിറ്റായിരുന്നു. ഇതിപ്പോൾ മുതലാക്കിയ കാശ് കിട്ടും. ഇത് ഭയങ്കര വലിയ ഹിറ്റാണ് പോകുന്നത്. സ്റ്റാർ കാസ്റ്റ് കൊണ്ട് മാത്രം കാര്യമില്ല. കുഞ്ചാകോവൻ കുഴപ്പമില്ലാത്ത റോൾ, ദർശനം കുഴപ്പമില്ല, രേവതി കുഴപ്പമില്ല. പക്ഷേ നയൻതാരയ്ക്ക് വളരെ ചെറിയ റോളാണ്. ലേഡി സൂപ്പർ സ്റ്റാറായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം മഞ്ജു വാര്യർ ചെയ്യുന്നത് കുറച്ച് നന്നായി തന്നെ. പക്ഷേ ഇതിലെ മെയിൻ പ്രോബ്ലമാണ് ലാൽ സാറിന് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടില്ല. ബൂസ്റ്റ് ചെയ്യേണ്ട അത്രയും ഇല്ലെന്നാണോ പടം? പറയുന്ന അത്രയും ഇല്ല. ട്രെയിലർ അത്ര ഇമ്പ്രസീവ് ആയിരുന്നില്ല. പക്ഷേ ഇത് മാസ് അപ്പീലില്ല. ചാണക്കാർക്ക് മനസ്സിലാകാൻ ബുദ്ധിമുട്ട്. കാരണം വളരെ ടെക്നോസാവി ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. തമാശ പടമല്ല, അടിപ്പടമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള പടമാണ്. 3 മണിക്കൂർ ഇരിക്കണം. ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ട് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോൾ കുറച്ച് ലാഗ് വരുന്നു. ചിലവർ ഒട്ടും ലോജിക്കലല്ലാത്ത കാര്യം പറയാനുണ്ട്. പിന്നെ വലിയ ഇപ്പോൾ വാഴ 2 എന്ത് സ്റ്റാർ കാസ്റ്റാണ് ഉള്ളത്? സ്റ്റാർ കാസ്റ്റിലല്ല കാര്യം, മേക്കിംഗ് സ്ക്രിപ്റ്റാണ്. ആ ടേക്ക് ഓഫിൻ്റെ ലെവലൊന്നും എത്തിയില്ല. ഫസ്റ്റ് ഹാഫ് ആണല്ലേ. സെക്കൻഡ് ഹാഫിൽ ലാലേട്ടൻ നന്നായിട്ട് പ്ലേസ് ചെയ്തെങ്കിൽ പടം ഭയങ്കരമായിട്ട് പോയാൽ. ഇതിപ്പോൾ പടം മുതലാക്കിയ കാശ് കിട്ടും, അത്രയേ ഉള്ളൂ. ജെന്യൂനായിട്ടുള്ളൊരു പ്രതികരണമാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെയുണ്ടായത് പടം കണ്ടിട്ട്? പടം സൂപ്പറാണ്. പക്ഷേ ഫസ്റ്റിൽ തന്നെ ലാലേട്ടൻ വരണമായിരുന്നു. രണ്ടാമത്തിലാണ് ലാലേട്ടൻ വന്നത്. ലാലേട്ടന് ടൈമിംഗ് കൊടുത്തത് കുറഞ്ഞു പോയി. അപ്പോൾ അതിൽ നടിയായിട്ട് നയൻതാര കൊടുക്കുന്ന മഞ്ജു ചേച്ചീനെ കൊടുത്തതിനെങ്കിൽ സൂപ്പർ ആയിട്ട് തന്നെ. പക്ഷേ കോംബോ ലാലേട്ടനും മമ്മൂക്കൻ്റെ കോംബോ എല്ലാം സൂപ്പറാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് വന്ന് ഫഹദ് ഫാസിൽ വന്നു, കുഞ്ചാക്കോ വന്നു, ഇവരെല്ലാം വരുമ്പോൾ നമുക്ക് ഹൈ ക്വാളിറ്റി കൊടുക്കുന്നത് ലാലേട്ടാണ്. സൂപ്പർ താരാണ് ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടനാണ് ഫസ്റ്റ് റോളിൽ തന്നെ കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഷോയിൽ തന്നെ കൊടുക്കേണ്ടത്. ഇൻ്റർവെല്ലിനായിട്ട് മുമ്പ് കൊടുക്കേണ്ടത് ലാലേട്ടനാണ്. അപ്പോൾ സെക്കൻഡാണ് ലാലേട്ടന് കൊടുത്തത്. പക്ഷേ കോമഡി ഇത് ജോക്കൊന്നുമില്ല, സീരിയസ് പടമാണ്. കുട്ടികൾക്കെല്ലാം കാണാൻ പറ്റുന്ന പടം. എന്തെന്ന് പറഞ്ഞാൽ മൊബൈലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ലാപ്ടോപ്പിനെ കുറിച്ചിട്ട്, ഇന്നത്തെ തലമുറ ലാപ്ടോപ്പിനെ കുറിച്ച് അതിനെ ഉപയോഗിക്കേണ്ട ആ രീതിയിൽ ഇഷ്യൂ ആകുന്ന ആ ടൈപ്പ് നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഫുള്ള് കത്തി പടരും. അത് ആ കത്തി പടരുന്ന ആ രംഗമെല്ലാം ആ സിനിമയിൽ കാണുന്നുണ്ട്. പക്ഷേ ഒരു അടിയെല്ലാം നല്ല സൂപ്പർ അടിയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എന്തെന്ന് ടൈമിങ്ങിൽ ലാലേട്ടന് കൊടുത്തത് കുറഞ്ഞു പോയി. അതാണ് മെയിനുള്ളത്. ഇപ്പോൾ ലാലേട്ടൻ ഫാൻസാർക്കെല്ലാം നല്ല വിഷമമുണ്ടാവും. ലാലേട്ടൻ്റെ ടൈമിങ് കുറഞ്ഞു പോയി എന്നിട്ട്. പടം കുഴപ്പമില്ല. പക്ഷേ നയൻതാര കൊടുക്കുന്ന മഞ്ജു ചേച്ചി കൊടുത്തിനെങ്കിൽ സൂപ്പറായിരുന്നു. ഇതിൽ മഹേഷ് നാരായണൻ സാറിൻ്റെ ഡയറക്ഷൻ പെർഫെക്റ്റ് ആയിരുന്നു. എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പടം കൊണ്ടുപോയത് പുള്ളി എന്ത് കൺവേ ചെയ്തോ അത് ഈ പടത്തിൽ വന്നിട്ടുണ്ട്. പുള്ളിയുടെ സ്ക്രിപ്റ്റ് എഴുതി അത് നല്ല രീതിയിൽ ഫലിപ്പിക്കാൻ പുള്ളിയെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സിനിമ ഉടനീളം കൊണ്ടുപോകുന്നത് മമ്മൂക്കയുടെ പ്രസൻസ് ഇല്ലെങ്കിൽ ഈ സിനിമ ഇല്ല എന്ന് തന്നെ പറയാം. മറ്റുള്ളവരും ഈ സിനിമയുടെ മമ്മൂട്ടി സിനിമയാണ് പൂർണ്ണമായി ഒരു 80% മമ്മൂക്ക സിനിമയാണ്. മോഹൻലാൽ സാർ വരുന്നുണ്ട്, സെക്കൻഡ് ഹാഫിനാണ് വരുന്നത്. എന്നാലും പുള്ളിയുടേതായ റോളുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഫാൻസുകാർക്ക് പുള്ളിക്ക് ഒരു എൻട്രിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഏറ്റവും ഓഡിയൻസിൻ്റെ ഒരു ആദരവുണ്ട്. അതെ. അതേപോലെ തന്നെ മമ്മൂക്കയ്ക്കും ഒരു എൻട്രി ഉണ്ടായിരുന്നു. ആ എൻട്രിക്ക് നല്ല ആരവമുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല എൻട്രി തന്നെ ആണ് മഹേഷ് നാരായണൻ സാർ കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പടം ഈ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ വലിയ ദീർഘമായൊരു സ്ക്രിപ്റ്റും ലഘുവായിട്ട് മനസ്സിലാക്കാൻ പറ്റാവുന്നതാണ്. ഇത്രയും സ്ക്രിപ്റ്റ് ഇത്രയും
നല്ല രീതിയിൽ ക്രോഡീകരിച്ച് ഈ ഒരു രീതിയിൽ സംവിധാനം ചെയ്യണമെങ്കിൽ പ്രത്യേകതരം മികവ് തന്നെ വേണം. അതിൽ എന്തായാലും മഹേഷ് നാരായണൻ സാറിനെ സമ്മതിച്ചേ പറ്റുള്ളൂ. പുള്ളി ഇതേപോലെ ഇനിയും ഒരുപാട് സിനിമകൾ ഡയറക്റ്റ് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രേക്ഷകർക്ക് കാണാൻ പറ്റിയ ഒരു പടമാണ്. 100% ചെയ്യും. കുഴപ്പമില്ല, അടിപൊളിയാണ്. എന്താണെന്ന് വെച്ചാൽ പ്രതീക്ഷിച്ചതിൻ്റെ അത്ര ഉണ്ടോ? ഇത്രയും വലിയ ബൂസ്റ്റപ്പ് കൊടുത്തിട്ടും അത്രയും എത്തിയോ? ഇല്ല, ബൂസ്റ്റപ്പ് അല്ല, കാര്യമായിട്ട് പറഞ്ഞത് മമ്മൂക്ക ഇതിൽ തകർത്തിട്ടുണ്ട്. ഇതിൽ അഭിനയിച്ച എല്ലാവരും ആണെങ്കിലും കട്ടക്ക് നിന്നിട്ടുണ്ട്. നയൻതാര ആയാലും ഇതിൽ വന്നിട്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നടി ഇപ്പം മഞ്ജു ചേച്ചി ആണെങ്കിൽ അതിൽ കുറച്ചും കൂടി നമുക്കുണ്ടായേനെ. ഇതിപ്പം നയൻതാര വന്നുകൊണ്ട് കുറച്ച് ഇത്. പിന്നെ പടം എന്തായാലും മമ്മൂക്ക തൂക്കി. ലാലേട്ടനും ഇറ്റ് വാസ് ആക്ച്വലി ഡീസൻറ്റ് ഐ വിൽ സേ. എനിക്ക് ഞാനൊരിക്കലും പറയില്ല ഫിലിം ഭയങ്കര നന്നായിരുന്നു എന്ന് ഞാൻ പറയില്ല. ബട്ട് ദെൻ ഇറ്റ് വാസ് ബിറ്റ്വീൻ ആവറേജ് ആൻഡ് അബവ് ആവറേജ് ഐ വിൽ സേ. കാര്യം ഇഫ് യു കം വിത്ത് എ ലോട്ട് ഓഫ് പ്രീ കൺസെപ്ഷൻസ്, ഒരുപാട് മനസ്സിൽ പേട്രിയറ്റ് എന്ന് കയറ്റി ഒരു സ്റ്റാർഡം ഒക്കെ കയറ്റി നിങ്ങൾ വന്നു കഴിഞ്ഞാൽ I don't think it will satisfy you. But then if you come with a plain mind, you won't be disappointed. അത്രയും ഞാൻ പറയാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിലിം ദ ഗുഡ് പാർട്ട് ഇസ് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് മൾട്ടി സ്റ്റാർഡം മൂവി. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്റ്റാർസിനെ വെച്ച് ചുമ്മാ ഒരുപാട് പഞ്ചി ഇൻട്രോസ് കൊടുത്ത് അങ്ങനെയല്ല. ദിസ് വാസ് മോർ ഇൻ ടു ദ ടോപ്പിക് ഡിസ്കസ് ചെയ്ത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. പക്ഷേ വാട്ട് ഹാപ്പൻഡ് ഇസ് ഫസ്റ്റ് ഹാഫൊക്കെ നല്ല ഇൻട്രിഗിങ് ആണ്, നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. സെക്കൻഡ് ഹാഫിലേക്ക് വന്ന സമയത്ത് ഇത്രയും സെൻസിറ്റീവ് ടോപ്പിക്കാണ് ദേ ഹാഡ് എ ലോട്ട് ഓഫ് ഇൻഫോസ്. അപ്പോൾ ഈ ഇൻഫോസ് എല്ലാം കൂടെ എന്താ പറയുക ചേർത്ത് വെച്ച് അതിനെ സമ്മറൈസ് ചെയ്യാനാണ് അവർ ഇച്ചിരി ബുദ്ധിമുട്ടെന്നുള്ളത്. അവർ കുറച്ച് റഷ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഡീസൻ്റ് ഒരു അബവ് ആവറേജ്. പക്ഷേ ഐ വിൽ നെവർ ഡിഗ്രേഡ് ദ ഫിലിം. കാര്യം ഈ ഒരു ഫിലിം കാണുന്ന ഒരാൾക്ക് മനസ്സിലാവും ആ ഒരു ക്രൂ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും സ്റ്റാർസിനെ അലൈൻ ചെയ്യുക. ആൻഡ് ഓൾസോ ആഫ്റ്റർ 18 years ഇവരുടെയൊക്കെ ഒരു കോംബോ സീൻ കാണുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ it was literally a visual treat. So I'll say it is a decent theatre watch itself. Individual performances, അതിപ്പം ഫഹദ് ആയാലും ഏട്ടനായാലും their eyes act a lot. മമ്മൂക്കയുടെ എടുത്തു കഴിഞ്ഞാൽ ഹിസ് വോയിസ് ഇറ്റ് വാസ് റെസോനേറ്റിംഗ് ഓൾ ഓവർ ദ തിയേറ്റർ. അത് ആ ഒരു ഗാംഭീര്യം ആ തിയേറ്ററിൽ കേൾക്കാനുണ്ടായിരുന്നു. അതുപോലെ തന്നെ രേവതി മാം, ഷി വാസ് ഓൺലി ഹാവിങ് കപ്പിൾ ഓഫ് സീൻസ്, കുറച്ച് സീൻസ് ഉണ്ടായിരുന്നുള്ളൂ. ഫിലിമിലെ സ്ക്രീൻ ടൈം വളരെ കുറവാണ്. പക്ഷേ ഷീ ഈസ് സോ റിഫൈൻഡ്. ആ ഒരു എക്സ്പീരിയൻസ് അതിൽ കാണാനുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വർക്ക് അത് നല്ല ഡിപ്പാർട്ട്മെൻറ്റാണ്, നല്ല ഒരു വർക്കായിരുന്നു അവർ ചെയ്തിരുന്നത്. ലാലേട്ടന് എത്രത്തോളം ഉണ്ടായിരുന്നു സീൻ? ഹി വാസ് ഹാവിങ് ഫെയർ ഇനഫ് സ്ക്രീൻ ടൈം. സിൻസ് ഞാനൊരു കാര്യം പറയാം, ഞാൻ ലാലേട്ടൻ ഇക്ക അങ്ങനെ ഫാൻ ബേസ് അങ്ങനെ ഒരാളല്ല. ഐ എം എ ഫാൻ ഓഫ് ഗുഡ് മൂവീസ്. സോ വാട്ട് ഐ വിൽ സേ ഇസ് ദാറ്റ് ഒരു സിനിമയിൽ ഒരു പ്രൊട്ടഗോണിസ്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം തുടക്കം തൊട്ടേ നമ്മൾ കാണുന്ന ഒരാളാണ്. അപ്പോൾ ഈ സിനിമയിൽ പറഞ്ഞാൽ മമ്മൂക്ക, ഇൻ ബിറ്റ്വീൻ ആണ് ലാലേട്ടൻ വരുന്നത്. സോ ഏതൊരു ഫിലിമിലായാലും ഇറ്റ് ഇസ് ആക്ച്വലി ലൈക്ക് എ ഫോർമുല. ഇഫ് എ ക്യാമിയോ കംസ് ഇൻ ഹി ഗെയിൻസ് ദി ലൈം ലൈറ്റ്. അതങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഇടയ്ക്ക് വരുന്നുണ്ട്. ഹീസ് ഹാവിങ് ഫെയർ ഇനഫ് സ്ക്രീൻ ടൈം. അതാണ് ഞാൻ പറയാനുള്ളൊരു കാര്യം. ദിസ് ഫിലിം വാസ് നോട്ട് ആക്ച്വലി കോൺസെൻട്രേറ്റിംഗ് ഓൺ സ്ക്രീൻ ടൈം ഓഫ് സ്റ്റാർഡം ഉള്ള ആൾക്കാരുടെ കൂടുതൽ സ്ക്രീൻ ടൈം കൊടുക്കുക അങ്ങനെയല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഹി ഡിഡ് ഹിസ് റോൾ. ഹി ഹാഡ് എ പാർട്ട് ഇൻ ദിസ് ഫിലിം. ഹി ഡിഡ് ദാറ്റ് വെരി വെൽ. സോ അതുകൊണ്ട് തന്നെ the film is successful in terms of focusing on the concept, on the matter they are discussing. So എനിക്കത് വർക്കായി, അതൊക്കെ എനിക്ക് വർക്കായി. ആസ് എ ഹോൾ ആണ് ഞാൻ പറഞ്ഞത്. സോ ഐ വോണ്ട് ആക്ച്വലി ഡിഗ്രേഡ് ദ ഫിലിം. എൻ്റെ പൊന്നോ, അടിപൊളി പടം, സൂപ്പർ. പാർട്ടിയോട് മമ്മൂട്ടി മോഹൻലാലിൻ്റെ സിനിമ കാണണമെന്ന് പറഞ്ഞ് ഒരുപാട് നാളുണ്ട് കാത്തിരുന്ന്. 2020 ശേഷം അങ്ങനെ വന്ന് കണ്ട പടമാണ്. സൂപ്പർ പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മലയാള സിനിമയിലെ ഒരു താരനിര തന്നെ ഇതിനകത്ത് അണിനിരന്നിട്ടുണ്ട്. കുഞ്ചാക്കോവനായാലും ചാക്കോച്ചൻ നമ്മുടെ, പിന്നെ അതുപോലെ തന്നെ ഇന്ദ്രൻസ്, പിന്നെ ഫഹദ് ഫാസിൽ, ഇവരെല്ലാം നല്ല അടിപൊളി നല്ല കഥയും കാര്യങ്ങളുമാണ്. പിന്നെ നല്ല 3-4 മെസ്സേജും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഗുഡ് മെസ്സേജാണ്. അതായത് ഈ ആധുനിക കാലഘട്ടത്തിലെ ലാപ്ടോപ്പും മൊബൈലൊക്കെ മറ്റേ ഈ നിർമ്മിക്കുന്ന കമ്പനികൾ തന്നെ മിസ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ മെസ്സേജൊക്കെ അതൊരു മെസ്സേജാണ്. പിന്നെ 3-4 മെസ്സേജുകൾ വേറെ അങ്ങനെയൊക്കെ നമ്മുടെ ഫാമിലിക്ക് പ്രേക്ഷകർക്കൊക്കെ നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ നല്ല മമ്മൂട്ടി മോഹൻലാലിൻ്റെ സിനിമയെന്ന് പറയുമ്പോൾ നല്ല കഥയും കാര്യങ്ങളും കാണുമല്ലോ, അത് അറിയാമല്ലോ. പിന്നെ നയൻതാരയുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല അടിപൊളി പടമാണ്. ഫാമിലിയായിട്ടൊക്കെ എല്ലാവർക്കും എൻജോയ്മെൻറ്റ് ചെയ്യാം.